Hi friends, welcome to my YouTube channel Mad Bios. Today we are going to discuss about the topic the historical foundation and the developmental stages in microbiology. ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോബയോളജിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസും നമ്മൾ എങ്ങനെ ഇന്ന് കാണുന്ന മോഡേൺ മൈക്രോബയോളജിയിലേക്ക് നമ്മൾ എത്തി എന്നതിനെ പറ്റിയൊക്കെയാണ്. അതിൻ്റെ ചെറിയൊരു ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിയുടെ ഒരു സബായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ടും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളെ പറ്റിയുള്ള പഠനമാണ് മൈക്രോബയോളജി. നമുക്കറിയാം, നമ്മുടെ നെക്ട് ഐസ് കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒരു വസ്തുവിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.1 millimeter ആണ്. വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് എനി എക്യുപ്മെന്റ്സ് ഓർ ടൂൾസ് ലൈക്ക് ഹാൻഡ് ലെൻസ് ഓർ മൈക്രോസ്കോപ്പ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം ചെറുതാണ് ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന്. അതായത് നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത അത്രമാത്രം ചെറിയ സൂക്ഷ്മജീവികളെയാണ് നമ്മൾ ഈ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് ഈ മൈക്രോ ഓർഗാനിസത്തെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ടും 4 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ദ ഇൻക്ലൂഡ് ബാക്ടീരിയ, വൈറസസ്, ഫംഗസ് ആൻഡ് പ്രോട്ടോസോവ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്. കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത ഈ സൂക്ഷ്മജീവികളെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ആന്റണി വാൻ ലൂവൻഹോക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ ലൈഫിലെ ഒരു ആക്സിഡന്റൽ ഇവന്റ് വഴിയാണ് ഈ മൈക്രോ ഓർഗാനിസത്തെ കാണാനായിട്ട് ഇടയായത്. ആന്റണി വാൻ ലൂവൻഹോക്കിന്റെ ജോലി എന്ന് പറയുന്നത് ഹോളണ്ടിലെ ഒരു ടെക്സ്റ്റൈൽ ഫാബ്രിക്സ് ഒക്കെ സെല് ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജോബ്. അദ്ദേഹത്തിന് അതുകൂടാതെ ഫ്രീ ടൈം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഹോബി ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത 2 കോൺവെക്സ് ലെൻസുകൾ ഒരു നിശ്ചിത അകലത്തിൽ യോജിപ്പിച്ച് വെച്ച ഒരു ചെറിയൊരു മിനി ഹാൻഡ് ലെൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിലൂടെ പലതരത്തിലുള്ള ഒബ്ജക്ട്സിനെ ഒബ്സർവ് ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം യാദൃശ്ചികമായിട്ടാണ് ഈ ചില സൂക്ഷ്മജീവികളെ അദ്ദേഹം കാണാനായിട്ട് ഇടയായത്. അന്ന് സംഭവിച്ച ഈ യാദൃശ്ചികമായ ഇവന്റാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മോഡേൺ മൈക്രോബയോളജിയിലേക്ക് ഇവോൾവ് ചെയ്തത്. അന്ന് നിർമ്മിച്ചെടുത്ത ഈ ഹാൻഡ് ലെൻസിന് 50 to 300 times മാഗ്നിഫൈയിങ് ശേഷി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ചെറിയ സൂക്ഷ്മജീവികളെ കാണാനായിട്ട് സാധിച്ചത്. അദ്ദേഹം അങ്ങനെ ഒബ്സർവ് ചെയ്ത ചെറിയ സൂക്ഷ്മജീവികളെ വിളിച്ചിരുന്ന പേരാണ് ലിറ്റിൽ അനിമൽക്കുൾസ്. അതിനുശേഷം അദ്ദേഹം ഈ സൂക്ഷ്മജീവികളെ കൂടുതലായി നിരീക്ഷിക്കുകയും അതിന്റെ സൈസും ഷേപ്പും ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതിനുശേഷം അത് 1673 റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടന് കൈമാറുകയും. അദ്ദേഹത്തിന്റെ ചെറിയൊരു കൗതുകമാണ് നമ്മൾ ഇനി കാണുന്ന മോഡേൺ മൈക്രോബയോളജിയിലേക്ക് നമ്മളെ കൈപിടിച്ച് നയിച്ചതും. മാത്രമല്ല, ലോകത്തിലെ ആദ്യത്തെ മൈക്രോസ്കോപ്പിസ്റ്റും ലോകത്തിലെ ആദ്യത്തെ മൈക്രോബയോളജിസ്റ്റും എന്ന് പറയുന്നത് ആന്റണി വാൻ ലൂവൻഹോക്കാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആന്റണി വാൻ ലൂവൻഹോക്ക്. റൈറ്റ് സൈഡിൽ അദ്ദേഹം നിർമ്മിച്ചെടുത്ത ഫസ്റ്റ് മൈക്രോസ്കോപ്പിന്റെ റിപ്ലിക്കയാണ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദി സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. അതായത് നമ്മുടെ ഈ മൈക്രോസ്കോപ്പ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വളരെ കാലം മുന്നേ തന്നെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു തിയറിയാണ് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി എന്ന് പറയുന്നത്. ആ തിയറി പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ലിവിങ് തിങ്സിൽ നിന്നാണ് നമ്മുടെ ലിവിങ് തിങ്സ് ഒക്കെ ഉണ്ടാകുന്നതെന്നാണ് ആ തിയറി പ്രകാരം പറയുന്നത്. അതിനുശേഷം ഈ തിയറി തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ശ്രമിച്ചിരുന്നു. അങ്ങനെ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു സയന്റിസ്റ്റാണ്, ഒരു ഇറ്റാലിയൻ ഫിസിഷ്യനാണ് ഫ്രാൻസിസ്കോ. അതിനുശേഷം ഈ തിയറി തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് പല ആൾക്കാരും ശ്രമിച്ചിരുന്നു. പല എക്സ്പെരിമെന്റുകളിലൂടെ ഇതിനെ പ്രൂവ് ചെയ്യാനും പല ആൾക്കാരും ശ്രമിച്ചിരുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ്കോ റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു ഇറ്റാലിയൻ ഫിസിഷ്യൻ ആയിരുന്നു. അദ്ദേഹം ഈ തിയറി തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു 3 കണ്ടെയ്നർ എടുത്തു. ആ 3 കണ്ടെയ്നറിനകത്തും റോ മീറ്റ് വെച്ചു. അതിൽ ഒരു കണ്ടെയ്നർ, ഫസ്റ്റത്തെ കണ്ടെയ്നർ അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആക്കിയാണ് വെച്ചിരുന്നത്. രണ്ടാമത്തെ കണ്ടെയ്നർ ഒരു ഗോസ് ക്ലോത്ത് വെച്ച് ജസ്റ്റ് കവർ ചെയ്തിരുന്നു. മൂന്നാമത്തെ കണ്ടെയ്നറിൽ നല്ല ടൈറ്റ് ആയിട്ട് അടച്ചാണ് വെച്ചിരുന്നത്. അതായത് എയർ ഒന്നും പുറത്തേക്കും പോകത്തില്ല, അകത്തേക്കും വരത്തില്ല, അങ്ങനെ രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ടാണ് വെച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ ഫസ്റ്റ് അൺഓപ്പൺ ആയിട്ടുള്ള ആ കണ്ടെയ്നറിൽ ഇരിക്കുന്ന മീറ്റിൽ നിന്ന് അത് ഡീക്കേ ചെയ്ത് അതിനകത്ത് മാഗോട്സ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ഇങ്ങനെ മാഗോട്സ് ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് നോൺ ലിവിങ് ആയിട്ടുള്ള മീറ്റിൽ നിന്ന് ലിവിങ് ആയിട്ടുള്ള മാഗോട്സ് ഡെവലപ്പ് ചെയ്യുന്നത് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി വഴിയാണെന്നാണ് അതുവരെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എടുത്ത ഫസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിരുന്ന മീറ്റ് ഡീക്കേ ചെയ്തിട്ട് മാഗോട്സ് ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൂടാതെ അദ്ദേഹം എടുത്ത രണ്ടാമത്തെ കണ്ടെയ്നറിൽ ഗോസ് ക്ലോത്ത് വെച്ചിട്ടായിരുന്നു അത് കവർ ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്തും മാഗോട്സ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ലാത്തതായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അതുകൂടാതെ അദ്ദേഹം ടൈറ്റ് ആയിട്ട്
അടച്ചു വെച്ചിരുന്ന ഒരു കണ്ടെയ്നറിലും ഇതേപോലെ മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും മാഗോട്സ് ഡെവലപ്പ് ചെയ്യുന്നില്ലാതായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ഇപ്പോൾ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി വഴിയാണ്, അതായത് നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സിൽ നിന്നാണ് ലിവിങ് ആയിട്ടുള്ള തിങ്സ് ഉണ്ടാവേണ്ടതെങ്കിൽ ഈ 3 കണ്ടെയ്നറിലും ഇരിക്കുന്ന മീറ്റിൽ നിന്നും മാഗോട്സ് ഡെവലപ്പ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്ന ഇതിൽ മാത്രമാണ് മാഗോട്സ് ഡെവലപ്പ് ചെയ്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ഈ തിയറീനെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ഈ ആന്റണി വാൻ ലൂൻഹോക്ക് മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നതും മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്ന ചില ജീവികളുണ്ടെന്ന്, ചില സൂക്ഷ്മജീവികൾ, നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത ജീവികളുണ്ടെന്ന് ഡിസ്കവർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറീനെ ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ കണ്ടുപിടുത്തം കുറെ കൂടി കോൺട്രവേഴ്സികൾ സൃഷ്ടിച്ചു. അതായത് അന്ന് വരെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സിൽ നിന്നാണ് ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസം ഒക്കെ ഉണ്ടാവുന്നതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് തെറ്റാണെന്ന് നമ്മുടെ ഇറ്റാലിയൻ ഫിസിഷ്യൻ ഫ്രാൻസിസ്കോ റെഡ്ഡി പ്രൂവ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ ഫേവർ ചെയ്യുന്ന, അതായത് അനുകൂലിക്കുന്ന ആൾക്കാർ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ വലിയ ഓർഗാനിസങ്ങൾക്ക് അതേപോലെ പറ്റില്ലായിരിക്കാം. അതായത് നോൺ ലിവിങ് ആയിട്ടുള്ള മാറ്ററിൽ നിന്ന് ലിവിങ് ആയിട്ട് ഉള്ള ഓർഗാനിസം ഉണ്ടാകുന്നത് വലിയ ഓർഗാനിസത്തിന്, അതായത് ഹയർ ഓർഗാനിസത്തിന് പറ്റില്ലായിരിക്കാം. പക്ഷേ മൈക്രോ ഓർഗാനിസം പോലെയുള്ള ചില സൂക്ഷ്മജീവികൾക്ക് അത് സാധിച്ചേക്കാം എന്ന് അവരടുത്ത ഒരു കോൺട്രവേഴ്സി ആയിട്ട് വന്നു. പിന്നീട് ഈ തിയറി, അതായത് ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയുടെ ഈ തിയറിയും തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് പല സയന്റിസ്റ്റുകളും പല എക്സ്പെരിമെന്റുകളും ട്രൈ ചെയ്തു. ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ ഫേവർ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈവൻ ബോയിൽ ചെയ്തേക്കണ മീറ്റിൽ വരെ കുറച്ച് നേരം അത് തുറന്നു വെച്ച് കഴിയുമ്പോൾ, എക്സ്പോസ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് മൈക്രോ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ്. ഇങ്ങനെ മൈക്രോ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം ലാർജർ ഓർഗാനിസത്തിന് ഇങ്ങനെ നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സിൽ നിന്ന് ഉണ്ടാവാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ സ്മോളർ ഓർഗാനിസം ലൈക്ക് മൈക്രോ ഓർഗാനിസത്തിന് ഈ നോൺ ലിവിങ് ആയിട്ടുള്ള മീറ്റിൽ നിന്നും ലിവിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർ പിന്നെ രണ്ടാമതായിട്ട് ഈ കോൺട്രവേഴ്സി സൃഷ്ടിച്ചത്. ജോൺ നിതാം എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പ്രീസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മൈക്രോ ഓർഗാനിസം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കാരണം ഈ റോ മീറ്റിൽ, അതായത് ഈ നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സിൽ ഒരു വൈറ്റൽ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് കാരണമാണ് ഇങ്ങനെ നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സിൽ നിന്ന് ലിവിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്നാണ് ഈ ഇംഗ്ലീഷ് പ്രീസ്റ്റ് പറഞ്ഞത്. പിന്നീട് എന്താ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കണ്ടുപിടുത്തങ്ങളും ഈ സജഷൻസും കാര്യങ്ങളും ഒക്കെ തെറ്റാണെന്ന് തെളിയിക്കാനായിട്ടുള്ള കൂടുതൽ എക്സ്പെരിമെന്റും കാര്യങ്ങളുമാണ് പിന്നീട് നടന്നത്. അതിനുശേഷം ഈ ജോൺ നിതാമിന്റെ എക്സ്പെരിമെന്റ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് വന്ന ഒരു സയന്റിസ്റ്റാണ് ലസാറോ സ്പൊളൻസായി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ പ്രീസ്റ്റും ഒരു ന്യൂട്രാലിസ്റ്റുമായിരുന്നു. അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ഫ്ലാസ്കിൽ കുറച്ച് വാട്ടറും സീഡ്സും ഇട്ടു. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്തിട്ട് ഒരു 40 മിനിറ്റ്സ്, അതിനുശേഷം അദ്ദേഹം അത് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്തിട്ട് 40 മിനിറ്റ്സ് ബോയിലിംഗ് വാട്ടർ ബാത്തിൽ വെച്ചു. അദ്ദേഹം കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫ്ലാസ്ക് എത്ര ടൈം തുറക്കാതിരിക്കുന്നു അത്രയും നേരം ഇതിന്റെ അകത്ത് മൈക്രോ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം അത് കൂടാതെ ഒരു കാര്യം കൂടി സജസ്റ്റ് ചെയ്തു. ഈ മൈക്രോ ഓർഗാനിസത്തെ ഈ ഫ്ലാസ്കിലേക്ക് ഈ മൈക്രോ ഓർഗാനിസം ഉണ്ടാകുന്നത് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി വഴിയല്ല, പക്ഷെ ഈ ഫ്ലാസ്കിന്റെ അകത്തേക്ക് മൈക്രോ ഓർഗാനിസത്തെ ക്യാരി ചെയ്യുന്നത് എയർ ആണെന്നാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. അതായത് ഈ ഫ്ലാസ്ക് എത്ര നാള് സീൽ ചെയ്ത് വെക്കുന്നു, അതായത് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും സമയം ഇതിനകത്ത് മൈക്രോ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുന്നില്ല. എപ്പോഴാണ് അൺസീൽ ചെയ്യുന്നത് അപ്പോഴാണ് മൈക്രോ ഓർഗാനിസം ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴും ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ ഫേവർ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്തുള്ള എയറിന്റെ, അതായത് ഈ ഫ്ലാസ്കിന്റെ അകത്തുള്ള എയറിന്റെ ഹീറ്റിംഗ് മൂലം അതിന്റെ സ്വാഭാവികമായിട്ട് മൈക്രോ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവില്ലാതെയായി എന്നാണ് ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി അവരുടെ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ ഫേവർ ചെയ്യുന്ന രീതിയിൽ ഈ എക്സ്പെരിമെന്റിനെ വിമർശിച്ചത്. അപ്പോൾ അപ്പോഴും ഈ എക്സ്പെരിമെന്റ് പറ്റാതെ വന്നു ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ തള്ളിക്കളയാനായിട്ട്. വീണ്ടും അതിനുശേഷം പലതരത്തിലുള്ള എക്സ്പെരിമെന്റുകൾ വീണ്ടും പല സയന്റിസ്റ്റുകളും പ്രപ്പോസ് ചെയ്തു. അതിനുശേഷം ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് പല എക്സ്പെരിമെന്റ്സും നടന്നു. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ചെയ്ത വ്യക്തിയാണ് തിയോഡർ ഷ്വാൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് കൺസ്ട്രക്ട് ചെയ്തു.
അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് പല എക്സ്പെരിമെൻറ്റ്സ് നടന്നു. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു തിയോഡർ ഷ്വാൻ എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റിനെ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റ്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ളൊരു ന്യൂട്രിയൻ മീഡിയം ഒരു ഫ്ലാസ്കിലെടുത്തു. എന്നിട്ട് ആ ഫ്ലാസ്കിലേക്ക് പുറത്തുനിന്നുള്ള എയർ ഒരു ലൂപ്പ് വഴി, ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ലൂപ്പ് വഴി, ലൂപ്പ് പോലത്തെ ഒരു ട്യൂബ് വഴി അദ്ദേഹം ആ മീഡിയത്തിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന എയർ ഈ ട്യൂബിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ പുറത്തുനിന്നൊരു ഹീറ്റ് ഫ്ലെയിം കൊടുക്കുകയാണ്. ഫ്ലെയിം ചെയ്തൊരു എയറാണ് ഈ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇതിന് മുമ്പ് ചെയ്ത എക്സ്പെരിമെൻറ്റുമായിട്ട് ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ചെയ്ത എക്സ്പെരിമെൻറ്റ് തെറ്റാണെന്ന് ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ ഫേവർ ചെയ്ത ആൾക്കാർ പറയാനുള്ള കാരണം അതൊരു ഫുള്ളി എൻക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലാസ്ക് നമ്മൾ വാട്ടർ ബാത്തിൽ വെച്ച് ബോയിലിംഗ് വാട്ടർ ബാത്തിൽ 40 minutes വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വെക്കുന്നത് മൂലം അതിനകത്തുള്ള എയർ, ആ ഫ്ലാസ്കിൻ്റെ അകത്തുള്ള എയർ അതിൻ്റെ സ്പോണ്ടേനിയസ് മൈക്രോ ഓർഗാനിസത്തിന് ഡെവലപ്പ് ചെയ്യാനുള്ള എബിലിറ്റീനെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് പുറത്തുനിന്നുള്ള എയർ ഡയറക്റ്റായിട്ട് ഫ്ലാസ്കിൻ്റെ അകത്തേക്ക്, ഒരു സ്റ്റെറൈലായിട്ടുള്ള ഫ്ലാസ്കിൻ്റെ അകത്തേക്ക് കൊടുക്കുകയാണ് ഇങ്ങനെ. പക്ഷേ പുറമേ നമ്മളൊരു ഫ്ലെയിം വെച്ച് ഈ വരുന്ന എയർ, പുറമേ നിന്ന് വരുന്ന എയർ ഒരു എക്സ്റ്റേണലായിട്ടൊരു ഹീറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ അപ്പാരറ്റസിൽ കാണുന്നത്. ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒബ്സർവ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയത്തിൽ കണ്ടാമിനേഷനോ, അതായത് മൈക്രോ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നില്ലാത്തതായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അതായത് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി പ്രകാരമാണെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഈ ന്യൂട്രിയൻ മീഡിയത്തിൽ നിന്ന് തന്നെ ഉണ്ടാവണമായിരുന്നു. പക്ഷേ ഇവിടെ ന്യൂട്രിയൻ മീഡിയം പക്ഷേ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല, മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകുന്നില്ല. അതായത് നോൺ ലിവിങ് തിങ്സിൽ നിന്ന് ലിവിങ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവുന്നില്ല എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. അതോടൊപ്പം തന്നെ വേറെ 2 സയൻറ്റിസ്റ്റുകൾ, ജോർജ് ഫെഡറിക് സ്ക്വാഡർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും തിയോഡർ വാൻ ഡച്ച് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും ഇത് എക്സ്പെരിമെൻറ്റിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് ചെയ്തു. അതായത് അവർ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അകത്തേക്ക് വരുന്ന ഈ അപ്പാരറ്റസിൽ അകത്തേക്ക് വരുന്ന എയർ പുറമേ ഒരു ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് കൊടുക്കാതെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടൺ വൂള് വെച്ച്, അതായത് ഒരു പഞ്ഞി വെച്ച് പുറത്തുനിന്ന് വരുന്ന എയറിനെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ ന്യൂട്രിയൻ മീഡിയത്തിൻ്റെ ഈ ഫ്ലാസ്കിലേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ അങ്ങനെ 2 തരത്തിൽ ഈ എക്സ്പെരിമെൻറ്റിനെ ചെയ്ത് കഴിഞ്ഞപ്പോഴും മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ലാത്തതായിട്ട് ഇവർ ഒബ്സർവ് ചെയ്തു. അങ്ങനെ അവർക്ക് ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ എക്സ്പെരിമെൻറ്റിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയത്തിൽ ഗ്രോത്ത് ഉണ്ടാവാൻ, അതായത് ഈ നോൺ ലിവിങ് ആയിട്ടുള്ള മീഡിയത്തിൽ നിന്ന് ലിവിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്നതല്ല, എയർ ഈ ഓർഗാനിസത്തിനെ ഈ മീഡിയത്തിലേക്ക് ക്യാരി ചെയ്യുകയും അതുവഴിയാണ് ഈ മൈക്രോ ഓർഗാനിസം ഈ മീഡിയയിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ഈ സയൻറ്റിസ്റ്റുമാർ പ്രൂവ് ചെയ്തത്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഫെലിക്സ് പോച്ചറ്റ്സ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ ഒരു കാര്യം പ്രൂവ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇതേപോലെ എയർ കണ്ടാമിനേഷൻ ഇല്ലാത്ത സാഹചര്യങ്ങളിലും മൈക്രോബിയൽ കണ്ടാമിനേഷൻ, അതായത് മൈക്രോബ്സ് ആ മീഡിയയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സ്പെരിമെൻറ്റിന് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. ഇതിനൊക്കെ ശേഷം ഏറ്റവും അവസാനം ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ തള്ളിക്കളയാനായിട്ട് പറ്റുന്ന രീതിയിലൊരു എക്സ്പെരിമെൻറ്റ് പ്രൂവ് ചെയ്തത് ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയുടെ ഈ സീരീസ് ഓഫ് ഇവൻസിന് ഒരു അവസാനം കൊണ്ടുവന്നത്. ലൂയിസ് പാസ്റ്റർ ഒരു ട്രെയിൻഡ് കെമിസ്റ്റാണ്. അദ്ദേഹമാണ് നമ്മളിന്ന് മിൽക്ക് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാസ്റ്ററൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഇൻവെന്റ് ചെയ്തത്. ആ ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ഇന്നും. ലൂയിസ് പാസ്റ്ററിന്റെ എക്സ്പെരിമെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സ്പെഷ്യൽ ടൈപ്പ് ഒരു ഫ്ലാസ്ക് എടുത്തു, ഷ്വാൻ നെക്ക് ഫ്ലാസ്ക് എന്ന് പറയുന്ന ഫ്ലാസ്ക്. അതിന്റെ കുറച്ച് മോഡിഫിക്കേഷൻസ് എടുത്തി. അതിന്റെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ആ ഫ്ലാസ്കിന്റെ അറ്റത്ത് നിന്ന് ഒരു ട്യൂബ് പോലെ അറ്റം എക്സ്പോസ് ചെയ്തേക്കുവാണ് എയറിലേക്ക്. ആ എക്സ്പോസ് ചെയ്തേക്കുന്ന അറ്റത്തിന്റെ അവിടെ വളഞ്ഞു വന്നിട്ടുണ്ട്. ചില ബെൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ന്യൂട്രിയൻ സൊല്യൂഷൻ ഉണ്ട്. അറ്റം പഞ്ഞി വെച്ചോ മൂടി വെച്ചിട്ടോ ഒന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഓപ്പണായിട്ട് ആ ഫ്ലാസ്കിന്റെ അറ്റം ഇങ്ങനെ ഇരിക്കുകയാണ്, എയറിലേക്ക് എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്താ റിസൾട്ട് ലഭിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഈ മീഡിയത്തിൽ ഗ്രോത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. ഗ്രോത്ത് ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ മൈക്രോ ഓർഗാനിസംസ് എയർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്, പക്ഷേ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഈ ട്യൂബിൻ്റെ, അതായത് ഈ നെക്കിൻ്റെ വളഞ്ഞ ഭാഗത്ത് ട്രാപ്ഡ് ആയി കിടക്കുകയാണ്. അതായത് മൈക്രോ ഓർഗാനിസത്തിന് അകത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല, പക്ഷേ എയർ കിടക്കുന്നുണ്ട്, പക്ഷേ മൈക്രോ ഓർഗാനിസം ഈ ഇതിൻ്റെ അറ്റത്ത് ട്രാപ്ഡ് ആയി കിടക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാസ്കിൻ്റെ ഈ അറ്റം, ഈ വളവൊക്കെ കഴിഞ്ഞുള്ള ഭാഗം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് കുറച്ച് നേരം എക്സ്പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഈ എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഒരു ന്യൂട്രിയൻ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസം ഒരു ന്യൂട്രിയൻ മീഡിയയിൽ തന്നെ ഗ്രോ ചെയ്യുന്നില്ല, പകരം അത് പുറത്തുള്ള എയറിൽ ടെസ്റ്റ് പാർട്ടിക്കിൾസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് അത് അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന എയർ വഴി മൈക്രോ ഓർഗാനിസംസ് അങ്ങനെയുള്ള ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഈ മീഡിയയിലേക്ക് കിടക്കുമ്പോഴാണ് ഈ മീഡിയ കണ്ടാമിനേറ്റഡ് ആവുന്നതും അവിടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നാണ് അദ്ദേഹം തെളിയിച്ചു. അല്ലാതെ നോൺ ലിവിങ് ആയിട്ടുള്ള മീഡിയയിൽ തനിയെ ഒരിക്കലും മൈക്രോ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യില്ല എന്ന് ഇതുവഴി അദ്ദേഹം പ്രൂവ് ചെയ്തു. ഇങ്ങനെയാണ് ഈ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിയുടെ ഈ സീരീസ് ഓഫ് വാദപ്രതിവാദങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടായത്.